നമസ്കാരം. സർവീസ് ട്രാക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കുവയ്ക്കുന്ന വിഷയം പേ ഫിക്സേഷനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത്. അക്കൗണ്ടൻസ് എഴുതുന്ന ജീവനക്കാർ മാത്രമല്ല, സർവീസിലുള്ള എല്ലാ ജീവനക്കാരും അറിഞ്ഞിരിക്കേണ്ടതാണ് പേ ഫിക്സേഷൻ. പേ ഫിക്സേഷൻ റൂളുകളെ പരിചയപ്പെടാം. റൂൾ 28, റൂൾ 28A, റൂൾ 37A, റൂൾ 37B, റൂൾ 30. റൂൾ 28, റൂൾ 28A, റൂൾ 37A, ഈ 3 റൂളുകൾ ലോവർ സ്കെയിലിൽ നിന്നും ഹയർ സ്കെയിലിലേക്ക് പ്രമോഷനോ നിയമനമോ ലഭിച്ചാൽ പേ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്നു. റൂൾ 37B, ഹയർ സ്കെയിലിൽ നിന്ന് ലോവർ സ്കെയിലിലേക്ക് മാറ്റമുണ്ടായാൽ, നിയമനമുണ്ടായാൽ പേ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്ന റൂളാണിത്. റൂള് 30, ഒരു പോസ്റ്റിൻ്റെ പേ സ്കെയിൽ റിവൈസ് ചെയ്താൽ ഫിക്സേഷന് സഹായിക്കുന്ന റൂളാണിത്. റൂൾ 28, റൂൾ 28A, റൂൾ 37A, ഈ 3 റൂളുകൾ പ്രധാനപ്പെട്ട ഫിക്സേഷൻ റൂളുകളാണ്. ഇവയുമായി ബന്ധപ്പെട്ട് ധാരാളം ഗവൺമെൻറ് ഡിസിഷനുകളും റൂളിങ്ങുകളും നിലവിലുണ്ട്. ഈ റൂള് നല്ലവണ്ണം മനസ്സിലാക്കുകയും അവയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുകയും വേണം. റൂള് 28A വളരെ പ്രധാനപ്പെട്ട ഒരു ഫിക്സേഷൻ റൂളാണ്. റൂൾ 28A. ഇതിൻ്റെ പ്രത്യേകത, ഇത് സബ്സ്റ്റാൻറ്റീവ് പ്രൊമോഷനും ഒഫിഷ്യേറ്റിംഗ് പ്രൊമോഷനും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഫോർ സബ്സ്റ്റാൻറ്റീവ് ഓർ ഒഫിഷ്യേറ്റിംഗ് പ്രൊമോഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ്. അതുകൊണ്ട് ഒരു ഫിക്സേഷൻ കേസ് വന്നാൽ ആദ്യം റൂൾ 28A അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്ന് ഉറപ്പുവരുത്തുകയാണ്. ഇല്ലെങ്കിൽ മാത്രമേ മറ്റ് റൂളുകൾ അപ്ലൈ ചെയ്യാവൂ. ഈ റൂളിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇറ്റ് കനോട്ട് ബി അപ്ലൈഡ് ഫോർ ഓൾ പ്രൊമോഷൻസ് ആൻഡ് അപ്പോയിൻമെൻറ്റ്. ഇതെല്ലാ പ്രൊമോഷനും അപ്പോയിൻമെൻറ്റിനും ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇറ്റ് ഹാസ് എ മോണറ്ററി ലിമിറ്റ്. ഇതിനൊരു മോണറ്ററി ലിമിറ്റ് ഉണ്ട്. ഇഫ് ദ മോണറ്ററി ലിമിറ്റ് എക്സീഡ്സ് ദിസ് റൂൾ കനോട്ട് ബി അപ്ലൈഡ്. ഈ മോണറ്ററി ലിമിറ്റ് ലംഘിച്ചാൽ ഈ റൂൾ ഉപയോഗിക്കാനേ കഴിയത്തില്ല. എന്താണ് ഇതിൻ്റെ മോണറ്ററി ലിമിറ്റ് എന്ന് പരിശോധിക്കുക. ഈ റൂള് നിലവിൽ വരുന്നത് 3/2/1962 അന്ന് മുതൽ 28/6/83 വരെ ലോവർ സ്കെയിലിൻ്റെ മാക്സിമത്തെ അടിസ്ഥാനമാക്കിയാണ് മോണറ്ററി ലിമിറ്റ് നിശ്ചയിച്ചത്. പിന്നീട് 29/6/83 മുതൽ 30/6/2004 വരെ ലോവർ സ്കെയിലിൻ്റെ മിനിമത്തെ അടിസ്ഥാനമാക്കി മോണറ്ററി ലിമിറ്റ് നിശ്ചയിച്ചു. എന്നാൽ 1/7/2004 മുതൽ ഇങ്ങോട്ട് ഹയർ സ്കെയിലിൻ്റെ മിനിമത്തെ അടിസ്ഥാനമാക്കിയാണ് മോണറ്ററി ലിമിറ്റ് നിശ്ചയിച്ചത്. ഈ മോണറ്ററി ലിമിറ്റ് അതാത് സമയത്തെ പേ റിവിഷൻ കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. 2004 പേ റിവിഷൻ പ്രകാരം 1/7/2004 മുതൽ 30/6/2009 വരെ 20,700 രൂപയാണ് മോണറ്ററി ലിമിറ്റായി കണ്ടത്. 2009 പേ റിവിഷൻ പ്രകാരം 1/7/2009 മുതൽ 30/6/2014 വരെ മോണറ്ററി ലിമിറ്റായി നിശ്ചയിച്ചത്
36,140 രൂപയാണ്. എന്നാൽ 2014 പെർവിഷൻ 1/7/2014 മുതൽ ഇങ്ങോട്ട് മോണറ്ററി ലിമിറ്റായി നിശ്ചയിച്ചത് 68,700 രൂപയാണ്. അതായത് ഹയർ സ്കെയിലിൻ്റെ മിനിമം 68,700 രൂപയിൽ കൂടുതൽ വന്നാൽ റൂള് 28A അപ്ലൈ ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ മറ്റു റൂളുകൾ ഉപയോഗിക്കേണ്ടി വരും. We can study this rule later. Now we can go to rule 28. റൂള് 28. റൂൾ 28A മോണറ്ററി ലിമിറ്റേഷൻ ലംഘിച്ചു വരുന്ന കേസുകളിൽ മാത്രമേ ഈ റൂള് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരു പെർമനൻ്റ് ഓഫീസർ ഹയർ പോസ്റ്റിലേക്ക് പെർമനൻ്റായി പ്രൊമോട്ട് ചെയ്യുകയോ നിയമിക്കുകയോ ചെയ്യുന്ന കേസുകളിൽ റൂൾ 28 പ്രയോഗിക്കാം. ഇതിൻ്റെ ഫിക്സേഷനും വളരെ സിമ്പിളാണ്. Find the lower pay on the promotion date and it is fixed at the next stage in the higher scale. പ്രൊമോഷൻ ഡേറ്റിലെ ലോവർ പേ കണക്കാക്കുക, അത് ഹയർ സ്കെയിലിലെ അടുത്ത സ്റ്റേജിൽ ഫിക്സ് ചെയ്യുക. ദാറ്റ് ഈസ് ഓൾ. ദർ ഈസ് നോ നോഷണൽ ഇൻക്രിമെൻ്റ് ആൻഡ് നോ റീഫിക്സേഷൻ. നോഷണൽ ഇൻക്രിമെൻറ്റും റീഫിക്സേഷനും അനുവദിക്കില്ല. റീഫിക്സേഷൻ അനുവദിക്കാത്തതിൻ്റെ കാരണം പ്രൊമോഷൻ പെർമനൻ്റ് ആണ്. പ്രൊമോഷൻ പെർമനൻ്റ് ആകുമ്പോൾ ലോവർ പോസ്റ്റിൻ്റെ ലീൻ ടെർമിനേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ലോവർ പോസ്റ്റ് ഇല്ല, ലോവർ സ്കെയിലില്ല, അതുകൊണ്ട് റീഫിക്സേഷനും ഇല്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫിക്സേഷനിലേക്ക് നമുക്ക് കടന്നു പോകാം. റൂൾ 28 ബന്ധപ്പെട്ട ഒരു ഫിക്സേഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. ഒരു സബ്സ്റ്റാൻറ്റീവ് ഓഫീസർ 1/8/2016 പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലോവർ പേ 87,000 വിത്ത് ഇഫക്റ്റ് ഫ്രം 1/3/2016. ലോവർ സ്കെയില് 81,000 ടു 1,17,600. ഹയർ സ്കെയില് 85,000 ടു 1,20,000. പേ ഫിക്സ് ചെയ്യണം, അടുത്ത ഇൻക്രിമെൻ്റ് കണക്കാക്കണം. ഇവിടെ ആ ഫിക്സേഷൻ ടേബിളിൽ നോക്കുക. ലോവർ സ്കെയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഹയർ സ്കെയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1/3/2016 ലോവർ പേയേ ഉള്ളൂ. അന്ന് പ്രൊമോഷൻ ലഭിച്ചിട്ടില്ല. ലോവർ ലോവർ സ്കെയിലിൻ്റെ കോളത്തിൽ 87,000 എഴുതി. 1/8/2016 പ്രൊമോഷനാണ്. ആ പ്രൊമോഷൻ ഡേറ്റിലെ ലോവർ പേ കണക്കാക്കി 87,000. ഹയർ സ്കെയിലിലെ അടുത്ത സ്റ്റേജിൽ അത് ഫിക്സ് ചെയ്തു 89,000. റൂൾ 28 പ്രകാരമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പം മാസ്റ്റർ സ്കെയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ലോവർ പേ ഹയർ സ്കെയിലിലെ ഒരു സ്റ്റേജ് ആയിരിക്കും. ഇപ്പോൾ 87,000 ഹയർ സ്കെയിലിലെ ഒരു സ്റ്റേജാണ്. അടുത്ത സ്റ്റേജിൽ 89,000 വരുന്നത്. അത് ഫിക്സ് ചെയ്തു. ഇവിടെ അടുത്ത ഇൻക്രിമെൻ്റ് 1/8/17 അടുത്ത ഇൻക്രിമെൻ്റ് കിട്ടി 91,000. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നോ നോഷണൽ ഇൻക്രിമെൻ്റ് ആൻഡ് നോ റീഫിക്സേഷൻ. റീഫിക്സേഷൻ കൊടുക്കാത്തതിൻ്റെ കാര്യം എന്താണ്? പ്രൊമോഷൻ സബ്സ്റ്റാൻറ്റീവാണ്. സബ്സ്റ്റാൻറ്റീവ് പ്രൊമോഷൻ വരുമ്പോൾ
ലോവർ പോസ്റ്റിൽ ലീൻ ഇല്ല. ഓഫീസർക്ക് ഹയർ പോസ്റ്റിലാണ് ലീന്. ലോവർ പോസ്റ്റിൽ ലീൻ ഇല്ലാതെ വരുമ്പോൾ റീഫിക്സേഷൻ ഇല്ല. Now we can pass on the next rule, Rule 37A. ഇവിടെയും റൂൾ 28യുടെ മോണിറ്ററി ലിമിറ്റ് പാലിക്കാതെ വരുന്ന കേസുകളിൽ മാത്രമേ ഈ റൂള് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. The applicability of the rule. This can be applied for all officiating promotion and appointment. ഒഫീഷ്യേറ്റിംഗ് പ്രൊമോഷന് മാത്രമേ ഈ റൂള് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഒഫീഷ്യേറ്റിംഗ് പ്രൊമോഷൻ ആകുമ്പോൾ ഓഫീസർക്ക് ലോവർ പോസ്റ്റിലേക്ക് ലീനുണ്ട്. ആസ് ദ പ്രൊമോഷൻ ഈസ് an officiating one, the officer has a lien to the lower post. Therefore, a refixation is allowed. ലോവർ പോസ്റ്റിൽ ലീൻ ഉള്ളതുകൊണ്ട് ലീൻ ലഭിച്ചാൽ റീഫിക്സേഷൻ അനുവദിക്കും. എന്നാൽ 2004 പേ റിവിഷന് 25/3/2006 മുതൽ റീഫിക്സേഷൻ അനുവദിച്ചിരുന്നില്ല. തുടർന്ന് വന്ന പേ റിവിഷൻ 2009 അതും ഇതേ നയം തന്നെ തുടർന്നു പോന്നു. എന്നാൽ 2014 വന്ന പേ റിവിഷൻ, നിലവിലുള്ള പേ റിവിഷന് റീഫിക്സേഷൻ പുനഃസ്ഥാപിച്ചു. അപ്പോൾ ഇപ്പോൾ റീഫിക്സേഷൻ ഉണ്ട്. ഇനി റൂൾ 37A ഫിക്സേഷനിലേക്ക് നമുക്ക് പോകാം. റൂൾ 37A ഫിക്സേഷന് 2 ഘട്ടങ്ങളുണ്ട്. ഇനിഷ്യൽ ഫിക്സേഷനും റീഫിക്സേഷനും. ഇനിഷ്യൽ ഫിക്സേഷന് പ്രൊമോഷൻ ഡേറ്റിലെ ലോവർ പേ കണക്കാക്കി ഹയർ സ്കെയിലിലെ അടുത്ത സ്റ്റേജിൽ ഫിക്സ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ദർ ഇസ് നോ നോഷണൽ ഇൻക്രിമെൻറ്റ്. നോഷണൽ ഇൻക്രിമെൻറ്റ് ഇവിടെ ഇല്ല. റീഫിക്സേഷൻ സ്റ്റേജിൽ വരുമ്പോൾ ലോവർ പേയിൽ ഒരു ഇൻക്രിമെൻ്റ് കൂടുമ്പോൾ ലഭിക്കുന്ന പേ ഹയർ പേയ്ക്ക് തുല്യമോ അതിൽ കൂടുതലോ വരികയാണെങ്കിൽ റീഫിക്സേഷൻ ലഭിക്കുന്നു, അല്ലെങ്കിൽ റീഫിക്സേഷൻ ഇല്ല. ഹയർ പേ അടുത്ത സ്റ്റേജിൽ ഫിക്സ് ചെയ്യണം, അതാണ് റീഫിക്സേഷൻ. നെക്സ്റ്റ് ഇൻക്രിമെൻ്റ് 1 year ആഫ്റ്റർ ദ റീഫിക്സേഷൻ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫിക്സേഷൻ പരിശോധിക്കാം. റൂൾ 37A ബന്ധപ്പെട്ട പ്രോബ്ലമാണ് കൊടുത്തിരിക്കുന്നത്. സബ്സ്റ്റാൻറ്റീവ് ഓഫീസറാണ്. പേ 87,000. ഒഫീഷ്യേറ്റിംഗ് കപ്പാസിറ്റിയിലാണ് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. 1/8/16 പ്രൊമോഷൻ ഡേറ്റ്. ഹയർ സ്കെയില് 85,000 to 1,20,000. ലോവർ സ്കെയിൽ മാർക്ക് ചെയ്യുക 81,000 to 1,17,600. ഹയർ സ്കെയിൽ മാർക്ക് ചെയ്യുക 85,000 to 1,20,000. ഡേറ്റ് കോളത്തിൽ 1/3/16 പേ 87,000 മാർക്ക് ചെയ്തു. അന്ന് ലോവർ പേ ഉള്ളൂ, ഹയർ പേ ഇല്ല, പ്രൊമോഷൻ കിട്ടിയില്ല. 1/8/16 ലോവർ പേ 87,000. ഹയർ സ്കെയിലിൽ അടുത്ത സ്റ്റേജിൽ ഫിക്സ് ചെയ്തു 89,000. ഇത് ഇനിഷ്യൽ ഫിക്സേഷനാണ്. 1/3/17 വന്നപ്പോൾ ലോവർ സ്കെയിലിൽ ഇൻക്രിമെൻ്റ് വന്നു. ഇൻക്രിമെൻ്റ് ചേർന്നുള്ള പേ 89,000. ഈ 89,000 ഹയർ സ്കെയിലിലെ പേയ്ക്ക് തുല്യമാണ്. 89,000 അപ്പോൾ റീഫിക്സേഷൻ വന്നു.
ലോവർ പേ ഹയർ പേയ്ക്ക് തുല്യമോ അതിൽ കൂടുതലോ വന്നാൽ റീഫിക്സേഷൻ ലഭിക്കും. അപ്പം ഇവിടെ റീഫിക്സേഷൻ ലഭിച്ചു. റീഫിക്സേഷന് ഹയർ സ്കെയിലിൽ അടുത്ത ഒരു സ്റ്റേജിൽ ഫിക്സ് ചെയ്തു. അപ്പോൾ ഹയർ സ്കെയിലിൽ പേ 89,000 ആയിരുന്നു, അടുത്ത സ്റ്റേജ് 91,000 അവിടെ ഫിക്സ് ചെയ്തു. റീഫിക്സേഷൻ റീഫിക്സേഷന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് ഇൻക്രിമെൻ്റ് ലഭിക്കുന്നു. 1/3/18 നെക്സ്റ്റ് ഇൻക്രിമെൻ്റ് ലഭിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, നോഷണൽ ഇൻക്രിമെൻ്റ്. ഈ കേസിൽ നോഷണൽ ഇൻക്രിമെൻ്റ് ഇല്ല, എന്നാൽ റീഫിക്സേഷൻ ഈസ് അലൗഡ്. റീഫിക്സേഷൻ കൊടുത്തു. റീഫിക്സേഷൻ കൊടുത്തത് എന്തുകൊണ്ടാണ്? പ്രൊമോഷൻ ഒഫിഷ്യേറ്റിംഗ് കപ്പാസിറ്റിയിലാണ്. ഒഫിഷ്യേറ്റിംഗ് പ്രൊമോഷനാണ്. ഒഫിഷ്യേറ്റിംഗ് പ്രൊമോഷൻ ആകുമ്പോൾ ലോവർ പോസ്റ്റിൽ ലീൻ ഉണ്ട്. ലോവർ പോസ്റ്റിൽ ലീൻ ഉണ്ടെങ്കിൽ ലോവർ പേ ഉണ്ട്, ലോവർ സ്കെയിലുണ്ട്. അപ്പോൾ റീഫിക്സേഷൻ ലഭിച്ചു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. പേ ഫിക്സേഷനുമായി ബന്ധപ്പെട്ട മറ്റ് റൂളുകൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.